അപ്പോൾ ഭരണത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാനൊരു ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടും പിന്നെ അതിനെ തുടർന്നൊരു കരട് സിനിമാ നയം ഉണ്ടാക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. സിനിമാ കോൺക്ലേവ് ഒക്കെ നടന്നില്ലേ? ശരിയാണ്. ആ മേഖലയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നൊരു സൂചനയുണ്ടല്ലേ? അതെ, ഘടനാപരമായ മാറ്റങ്ങളെ പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഈ വെള്ളത്തിന്റെ നിരക്ക് കൂട്ടിയത്. അത് ഭിന്നശേഷിക്കാർക്കും അനാഥാലയങ്ങൾക്കുമൊക്കെ ആ കൂട്ടിയ നിരക്ക് കുറച്ചില്ലേ? അതൊരു നല്ല കാര്യമാണ്. അതെ അതെ. അതുപോലെ കൃഷിയിലോ? കൃഷിയിലിപ്പോൾ ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഉണ്ടല്ലോ, വിള ഇൻഷുറൻസ്. അതിലേക്ക് റബ്ബർ, തേയില, കാപ്പി ഇതൊക്കെ പുതുതായിട്ട് ഉൾപ്പെടുത്തി. ഓ, അത് നല്ലതാണല്ലോ. കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ വരുമ്പം കർഷകർക്കൊരു അതെ, ഒരു ഇൻഷുറൻസ് പരിരക്ഷ, അതൊരു ആശ്വാസമാണ്. പിന്നെ മറ്റേ തെരുവുനായ പ്രശ്നം, നഷ്ടപരിഹാരം കൊടുക്കാൻ സിരിജകൻ കമ്മിറ്റി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ശരി ശരി. സാമൂഹ്യനീതിയുടെ കാര്യത്തില് മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ഈയിടെ കഴിഞ്ഞു, 161ാം ജയന്തി. അതെ. അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അതായത് പൊതുവഴി ഉപയോഗിക്കാനും ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുമൊക്കെയുള്ള അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾ, KAS സിലബസിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ. തീർച്ചയായും. സാമൂഹ്യ പരിഷ്കരണ ചരിത്രം പഠിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ മറ്റ് ഭരണപരമായ കാര്യങ്ങൾ, എന്തെങ്കിലും റാങ്കിംഗ് ഒക്കെ ഉണ്ട്. ഈ നിക്ഷേപം ആകർഷിക്കുന്ന കാര്യത്തിൽ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം 2022-ൽ ഒന്നാമതെത്തിയിരുന്നു. ആഹാ. പിന്നെ കർഷകർക്ക് ID കാർഡ് കൊടുക്കുന്ന പദ്ധതി, സേവനങ്ങളൊക്കെ എളുപ്പമാക്കാൻ. അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാക്കാനുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ വിവരശേഖരണം തുടങ്ങിയെന്ന് വായിച്ചു. അതെ, അത് നടക്കുന്നുണ്ട്. പിന്നെ കോളേജുകൾക്ക് NAAC അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനവും ഒരു മാനദണ്ഡമാക്കി. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ക്യാമ്പയിനൊക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ. വാർഡ് പുനർനിർണയവും വരുന്നുണ്ടല്ലേ, 2011 സെൻസസ് വെച്ച്. അത് നടക്കുന്നു. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കാൻ ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ, കെൽട്രോണിന്റെ സഹായത്തോടെയാണത്. അപ്പോ ഭരണതലത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ടെക്നോളജി, അടിസ്ഥാന സൗകര്യം, അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഈ സ്ലിപ്പ് ആപ്പ് എന്താണ്? അത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാണ്. ഉരുൾപൊട്ടൽ സാധ്യത നേരത്തെ അറിയാൻ പറ്റുന്നൊരു ആപ്പ്. ഇടുക്കിയിൽ പരീക്ഷിച്ചു, വിജയിച്ചു എന്നാണ് റിപ്പോർട്ട്. ഓ, അത് കൊള്ളാമല്ലോ. ദുരന്ത നിവാരണത്തിന് ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതെ. പിന്നെ സ്കൂളുകളിലെ കൈറ്റില്ലേ, അവിടെ GNU Linux 22.04 നടപ്പാക്കി. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ജിയോജബ്ര, സിൻഫിക് സ്റ്റുഡിയോ പോലുള്ള ആപ്പുകളൊക്കെ അതിലുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ലൈസൻസ് ഫീ ഒക്കെ ലാഭിക്കാലോ. തീർച്ചയായും. ഊർജ്ജമേഖലയിലാണെങ്കിൽ കാസർഗോഡ് ചീമേനിലൊരു സോളാർ പാർക്ക് വരുന്നുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, അതായത് BESS ഉള്ള ആദ്യത്തെ പാർക്ക്. അതെന്താണ് സംഭവം? പകല് കിട്ടുന്ന സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് വൈകുന്നേരം ഡിമാൻഡ് കൂടുമ്പോൾ ഗ്രിഡിലേക്ക് കൊടുക്കും. ഓക്കെ. സ്മാർട്ട് പരിപാടി. അതെ. അതുപോലെ പാലക്കാട് പുതുശ്ശേരിയിൽ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുന്നു, കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ട്. അത് വ്യവസായങ്ങൾക്ക് നല്ല ഉത്തേജനമാകും. ആണവോർജ്ജ നിലയത്തെക്കുറിച്ചൊരു പഠനം നടക്കുന്നുണ്ടോ? KCB ഒരു സാധ്യതാ പഠനം തുടങ്ങിയിട്ടുണ്ട്. അതിരപ്പള്ളി, ചീമേനി ഒക്കെ പരിഗണനയിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. ശരി. പിന്നെ നമ്മുടെ സ്വന്തം കൊമേഴ്സ് പ്ലാറ്റ്ഫോം അതും വരുന്നുണ്ട്. തപാൽ വകുപ്പുമായി സഹകരിച്ചാണ് വിതരണം. കൊച്ചി എയർപോർട്ടിൽ വലിയൊരു എയറോ ലോഞ്ച് തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലുതാണെന്നാണ് പറയുന്നത്. ഓഹോ. സംസ്ഥാന ജലപാതയുടെ നവീകരണം നടക്കുന്നുണ്ട്. ആദ്യഘട്ടം ആക്കുളം മുതൽ ചെട്ടു വരെ. KCBയിൽ സ്വൈപ്പിംഗ് മെഷീൻ വന്നു. പിന്നെ ടൈം ഓഫ് ഡേ മീറ്റർ. അതെന്താണ്? പീക്ക് സമയത്ത്, അതായത് വൈകുന്നേരങ്ങളിൽ കറണ്ട് ഉപയോഗിച്ചാൽ ചാർജ് കൂടും, ഒരു 25% അധികം. ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും. അതെ. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് 2 യുദ്ധക്കപ്പലുകളുണ്ടാക്കി. INS മാൽപേ, INS മുൽക്കി. അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലുകളാണ്. കൊള്ളാം. INS ഫയർ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ കേരളം മുന്നിലാണെന്നും കേട്ടു. അതെ, കട്ട് ഓഫിൽ നമ്മൾ മുന്നിലാണ്, 98.5%. ഇനി സാമൂഹ്യക്ഷേമ രംഗത്തേക്ക് വരാം. അവിടെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. തീരദേശ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു പഠനം നടക്കുന്നുണ്ട്. അത് മിക്കവാറും കുടുംബശ്രീയുടെ തീരശ്രീ പദ്ധതിയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കും. പിന്നെ വിദേശ ദത്തെടുക്കൽ, അമ്മത്തൊട്ടിൽ, താരാട്ട് എന്ന ബോധവൽക്കരണ പരിപാടിയൊക്കെ ഈ മേഖലയിലെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ബാലവേലയുടെ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ടല്ലോ. അതെ. 2022-ൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2021-ൽ 3 ഉണ്ടായിരുന്നു. നല്ല കാര്യം.
സ്ത്രീ തൊഴിലാളികൾക്കായി സഹജ കോൾ സെന്റർ. ആ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ. പിന്നെ അവർക്ക് താമസിക്കാൻ സഖി ഡോർമിറ്ററികൾ, സമം പദ്ധതിയുടെ ഭാഗമായിട്ട്. ഓക്കെ. ആരോഗ്യരംഗത്ത് മിഷൻ സ്ട്രോക്ക്. അത് സ്ട്രോക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആരോഗ്യപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പരിശീലനം നൽകുന്ന പരിപാടിയാണ്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ. സാക്ഷരതാ മിഷന്റെ പരിപാടികളോ? ചങ്ങാതി പദ്ധതിയുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ ഹമാരി മലയാളം, പ്രവാസികൾക്ക് മലയാളം ഡിപ്ലോമ, നീലക്കുറിഞ്ഞി. ഓക്കെ. പിന്നെ മലബാർ ക്യാൻസർ സെന്ററിന്റെ ഒരു രജിസ്ട്രി. അസ്ഥിമജ്ജ ദാതാക്കളുടെ രജിസ്ട്രി. രക്താർബുദ ചികിത്സയ്ക്ക് അത് വളരെ സഹായകമാകും. അവരാണ് നോഡൽ ഏജൻസി. ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെയുള്ളത്. അത് തടയാൻ കേരള പോലീസിന് CCSE യൂണിറ്റുണ്ട്. ഇന്റർപോളിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൊള്ളാം. ഇനി സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങൾ ചുരുക്കി പറയാമോ? നാളികേര ഉൽപ്പാദനത്തിൽ നമ്മളിപ്പം മൂന്നാമതാണ്. കർണാടകയും തമിഴ്നാടുമാണ് മുന്നിൽ. കൃഷി ഓഫീസർമാർക്ക് റേറ്റിംഗ് വരുന്നുണ്ട്. അനുഭവം പദ്ധതി, കതിർ ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കാം. സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഹഡിൽ ഗ്ലോബൽ നടന്നല്ലോ. അതെ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ. സാംസ്കാരികമായി ബൈജു ചന്ദ്രന്റെ പുസ്തകങ്ങൾ, ആറന്മുള വള്ളസദ്യ, പിന്നെ DRDO ഡയറക്ടർ ജനറലായ ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. ആ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ. സുരക്ഷയുടെ കാര്യത്തിൽ റോഡപകടങ്ങൾ വൈകുന്നേരം 6-നും 9-നും ഇടയിലാണ് കൂടുതൽ നടക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലെന്നും കാണുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ സൈബർ കുറ്റകൃത്യങ്ങൾ പിടിക്കുന്നതിൽ നമ്മൾ മുന്നിലാണല്ലോ. അതെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള പോലീസ് അതിൽ ഒന്നാമതാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സുതാര്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ്. ശരി. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം പല മേഖലകളിലും ഒരേ സമയം മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ടെക്നോളജി, സാമൂഹ്യക്ഷേമം, ഭരണം എല്ലാം. അതെ. KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ ഓരോ മാറ്റവും എങ്ങനെ സംസ്ഥാനത്തെ സ്വാധീനിക്കുന്നു, ഇവ തമ്മിലുള്ള ബന്ധമെന്താണെന്നൊക്കെ വിശകലനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. ഈ മുന്നേറ്റങ്ങൾക്കിടയിൽ എന്ത് വെല്ലുവിളികളുണ്ട്, പുതിയ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ ആലോചിക്കുന്നത് നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ ഉപകാരപ്പെടും.